ഹലോ എല്ലാവർക്കും സുഖമായിരിക്കുന്നു. നമ്മൾ ഇന്ന് മൊബൈൽ ജെൻസിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. റാങ്ക്ഡ് മാച്ചാണ് കളിക്കുന്നത്. ടീംമേറ്റ്സിനുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് മാച്ച് കളിക്കുന്നത്. മൊബൈൽ ജെൻസിലുള്ള തന്നെ ഫ്രണ്ട്സാണ്. മലയാളിയാണെന്ന് അറിയില്ല, എനിക്കത് തോന്നുന്നില്ല. നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ള റോള് റോമറാണ് ഗെയ്സ്. റോമർ എന്ന് വെച്ചാൽ ഒരു ടീമിൻ്റെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. റോമിംഗ് എന്ന് പറഞ്ഞാൽ ജംഗ്ലറും റോമിങ്ങും കുറേ എന്താണ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഞാൻ എടുത്തിട്ടുള്ള റോമറാണ്. റോമർ എന്ന് വെച്ചാൽ ടീമിന് ഹീലിങ്ങും സപ്പോർട്ടും ഒരു ടാങ്കി ഒരു ഹീലിംഗ് അങ്ങനത്തെ പവേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഹീറോസാണ് നമുക്ക് എടുക്കേണ്ടത് സാധാരണ. എനിക്ക് എൻ്റെ ഏറ്റവും ഒരു ബാൻ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ നല്ല അടിപൊളി ടാങ്കാ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഹീറോസ് ഒന്ന് ജോൺസൺ പിന്നെ ഗ്രോക്കിനെ പണ്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം അത്ര യൂസ് ചെയ്യാറില്ല, കാരണം അവനൊരു ബഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ചെറുതായിട്ട് സ്കിൽസ് ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ഈസ്റ്റേഴ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടറാണ്. ഹീലിംഗ് പവേഴ്സും കുറേ സംഭവം. ഗ്ലൂവും എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ഗ്ലൂവിന് എന്താ പറ്റിയെന്ന് വെച്ചാൽ ബാനാക്കി പോയിട്ടുണ്ട് അവർ. ഒരു ഗ്ലൂവിന് ബാൻ ചെയ്തിട്ടുണ്ട്. എന്നോടാണ് മൈക്ക് ഓണാക്കാൻ പറഞ്ഞ ടൈപ്പ് ചെയ്തിട്ട് മലയാളം സിറോത്തിനാണ് എക്സ്പി ലൈനില്. നല്ല അടിപൊളി ക്യാരക്ടർ തന്നെയാണ്. സ്റ്റാർട്ടേഴ്സിനൊക്കെ നല്ല ക്യാരക്ടർ തന്നെയാണ്. ഡിറോത്ത് എന്ന് വെച്ചാൽ നല്ല കളിക്കാൻ രസമുള്ള ക്യാരക്ടറാണ് ഡിറോത്തും. ജോൺസൺ എന്നൊക്കെ വെച്ചാൽ നല്ല കളിക്കാൻ നല്ല രസമുള്ള ക്യാരക്ടറാണ്. ജോൺസണൊക്കെ നിങ്ങൾ ഒന്ന് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജോൺസൻ്റെ കൂടെ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ, നല്ല രസമായിട്ട് നല്ല ഫണ്ണായിട്ട് തോന്നിയിരിക്കും. ഓക്കെ, ഫാനിയാണ് ഗോൾഡ് ലൈൻ എന്ന് തോന്നുന്നു. മാറ്റിവേടിയല്ലേ ഗോൾഡ് ലൈനിൽ ഫാൻ എടുക്കാൻ. അയ്യോ, enemy ടീമിന്റെ പ്ലെയർ നമ്പർ 4 അവൻ എടുത്തിട്ടുള്ളത് മറ്റേ പേരെന്താ നോക്കട്ടെ, യൂസോങ് പവർഫുൾ ക്യാരക്ടർ തന്നെ കേട്ടോ. നല്ല നമുക്ക് ഡാമേജ് വരുമ്പോൾ അവൻ്റെ ഹെൽത്ത് താനേ കൂടും. നാബിനെ പിന്നെ അധികം പേടിക്കണ്ട. നമ്മുടെ ഗോൾഡ് ലൈൻ നല്ല കേട്ടോ. ഗോൾഡ് ലൈൻ എനിക്കൊന്നും നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു. പിന്നെ ജംഗ്ലർ നമ്മുടെ കുഴപ്പമില്ല തോന്നുന്നു. പുള്ളി ജയിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ബാക്കി നമുക്കപ്പോൾ കാണാം. ഓക്കെ, പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗൈസ്. ഞാനൊരു ബിൽഡൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ ബിൽഡ്. ഞാൻ യൂസ് ചെയ്യുന്ന ബിൽഡ് ടാങ്ക് മേജ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു ബിൽഡാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സ്കില്ല് ഇതാണ്. ചെറിയ പനിയുണ്ടതാ. ഈ സ്കില്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും എനിമീനെ കാണുകയാണെങ്കിൽ നല്ല ഡാമേജ് കൊടുത്തിട്ട് അവൻ ഓടാൻ പോവുകയാണെങ്കിൽ ഇത് സ്കില്ല് ഒന്ന് ടാപ്പ് ചെയ്താൽ അവൻ കുറച്ചൊരു മില്ലി സെക്കൻഡ്സ് ആക്കാൻ ഒന്ന് ഫ്രീസായി പോകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡാമേജ് കൊടുക്കാം, തീർക്കുകയും ചെയ്യാം. ഓക്കെ, എംബ്ലംസ് ഒക്കെ എൻ്റെ ഇതാണ് ഗെയ്സ്, മസ്റ്റ് ട്രൈ എംബ്ലംസ് ആണ്. ഓക്കെ, മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്താ സംഭവിക്കാൻ അറിയില്ല. ഡിറോത്ത് എന്ന് വെച്ചാൽ സ്റ്റാർട്ടേഴ്സിന് ബെസ്റ്റാണ്. പക്ഷെ നിങ്ങൾ നല്ല റാങ്ക്ഡ് നല്ല റാങ്ക് എത്തിക്കഴിഞ്ഞാൽ ഡിറോത്ത് പലപ്പോഴും ഫെയിലായി പോകും. നല്ല ബിൽഡ് നല്ലോണം പ്രാക്ടീസ് ചെയ്ത പ്ലേയേഴ്സ് ആണെങ്കിൽ ഓക്കെ. പക്ഷേ അല്ലാതെ എനിക്ക് തോന്നുന്നു ഡിറോത്ത് അത്ര നല്ലതല്ല. ഒപ്പീനിയൻ തിരിച്ച് കമന്റ് ചെയ്യാം ഡിറോത്തിനെ കുറിച്ച്. ഒരു നല്ല റോമർ ഫസ്റ്റ് എന്ന് വെച്ച് കയറിയ മാച്ച് സ്റ്റാർട്ട് ചെയ്തതിൽ അവരുടെ ജംഗ്ലറിനെ ഹെൽപ്പ് ചെയ്യും. ഗെയിമിന് സ്റ്റാർട്ടിങ് നിന്ന് ജംഗ്ലർ പെട്ടെന്ന് ഫാർമ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പോയാലില്ല നമ്മുടെ ടീമിന് കൂടുതൽ കോയിൻസ് കിട്ടുന്നത്. കോയിൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മൊബൈൽ ഗെയിംസിൽ. നമ്മൾ പുതിയ എന്താണ് ബിൽഡ്സ് ഒക്കെ മേടിക്കണമെങ്കിൽ കോയിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ ഇതിനെന്താ ഡിറോത്ത് ജംഗ്ലർ അല്ല, എക്സ്പീരിയൻ അല്ലേ. ഡിറോത്തിൻ്റെ വണ്ടനാ തോന്നുന്നു.
വെച്ചാൽ മതി, അല്ലെങ്കിൽ ചേട്ടൻ്റെ ആർട്ടിസ്റ്റും ഇടാം. സപ്പോർട്ട് രണ്ടുപേരും സപ്പോർട്ട് കൊടുക്കുന്ന അടിപൊളി കളിക്കാണ്. ഗോൾഡ് റേഞ്ച് നമ്മുടെ ലെവൽ 4 ഓൾട്ട് റെഡി ആയല്ല ജോൺസനെ കൊണ്ട് പിന്നെ കളിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേസ്. ലെവൽ 4 ഓൾട്ട് ഒന്ന് റെഡി ആവട്ടെ. ഇങ്ങനെ കേസും ഓൾട്ട് റെഡി അല്ല. അപ്പുറത്താണെങ്കിൽ ഇതാ നമ്മുടെ ഗോൾഡിനെ ഹെൽപ്പ് ചെയ്യാൻ ജംഗിളുണ്ട് അവിടെ. ഫുഡിൽ ഇവിടെ നമുക്ക് പറ്റുന്ന പണിയ കേസ് നമ്മള് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ സേഫ് ആയിട്ട് സ്ഥലത്ത് വന്നു ഡ്രാഗനെ മനുഷ്യനെ മുകളിൽ കൂടെ കഴിയുന്നു. ലെവൽ 4 എന്നാവട്ടെ കേസ് നമ്മുടെ ടീം തോന്നുന്നു. ഇപ്പൊ ഗോൾഡ് നോക്കട്ടെ, ഗോൾഡ് നോക്കട്ടെ. ഗോൾഡ് നമ്മുടെ കുറച്ച് സീനാന്ന് തോന്നുന്നു. ഓൻ നമുക്ക് ഡാമേജ് ഒന്നാലേ നമ്മൾ കൊടുത്ത ഡാമേജിന് അവൻ്റെ HP കുറഞ്ഞാലും നമുക്ക് ഡാമേജ് ചെയ്യും. നമ്മൾ അപ്പം തന്നെ കയറും. ലൈനും കട്ട് ചെയ്യുന്നുണ്ട്. ലൈന് കട്ട് ചെയ്ത പ്രശ്നമാണ് കേസ്. നമ്മുടെ മുന്നത്തെ ടെറിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലൈന് കട്ട് ചെയ്താൽ മറ്റൊരു വീഴ നല്ലത് ഗോൾഡ് കൊടുക്കുവാണ്. ലാസ്റ്റ് നമ്മുടെ ഇതുണ്ടല്ലോ 35 യൂസ് ചെയ്ത് ലാസ്റ്റ്. അല്ലെങ്കിൽ ഇന്നിപ്പോ ആൽഫ പിടിച്ച് നൈസാണ്. ഓൾട്ടേ പറഞ്ഞില്ലേ, ജോൺസന്റെ ഓൾട്ട് റെഡി ആയിട്ടുണ്ടല്ലോ. പിന്നെ അവൻ്റെ കൂടെ കളിച്ചൊരു സീൻ കളിയാണ്. നമുക്ക് ജസ്റ്റ് ഹനാബിനെ ഒന്ന് എടുക്കാൻ പറ്റും. ഇങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. സന്തോഷമായി. അയ്യോ എനിമി ടേർട്ടിൽ എടുക്കണം. ടേർട്ടിൽ എടുത്താൽ കുറച്ച് വീക്കാവും നമ്മുടെ ടീമിന്. അവരുടെ ടീമിന്. പക്ഷെ നമ്മുടെ ടീം ഗോൾഡ് ഫ്രണ്ടാട്ടോ. ഗോൾഡിൽ നമ്മുടെ ടീമിൽ ഇപ്പോൾ അപ്പോൾ നല്ല നല്ല കാര്യം തന്നെ ഗൈസ്. ഞാൻ കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന ആളാണ് ഗൈസ്. അതുകൊണ്ട് കമന്റ് ബോക്സിൽ തന്നെ പറഞ്ഞാൽ ആൽഫ എൻ്റെ അമ്മോ ലാസ്റ്റ് പുറകോട്ട് പോയിട്ട് ആൽഫയുടെ ആൽഫ സ്റ്റാർട്ടേഴ്സിന് ബെസ്റ്റ് ഹീറോ ആണ് കേട്ടോ. 1v5 വരെ എടുക്കാൻ പറ്റുന്ന ഹീറോ ആണ്. ഇപ്പൊ ആൽഫ ചെയ്തതെന്ന് വെച്ചാൽ HP ലോ ആയിരുന്നു.
അവൻ്റെ മറ്റേ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാമേജ് വന്നിട്ട് അവൻ്റെ HP കിട്ടി. എല്ലാവരും ഒന്ന് ഇടിച്ചോ, എല്ലാവരും ഒന്ന് ഇടിച്ചോ നോക്കാം. ഞാനുണ്ട് ആൽഫ ഒന്ന് യൂസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആൽഫോണ്ട് ഗൈസ് നിങ്ങൾക്കൊരു കളി തന്നെ കളിക്കാം. ആൽഫ ജോൺസൺ നല്ല ടീമേറ്റ് ആണ് ഗൈസ്. റോമറിന്റെ നല്ല ടീമേറ്റ് ഇല്ലെങ്കിൽ റോമർ പറയാൻ വേസ്റ്റ് ആണ് സംഭവം. ഓൾറെഡി എന്തൊക്കെ അനാബിനെ നോക്കാൻ പോയത് തോന്നി. ആൽഫ പോകുന്നുണ്ട് അവിടെ. അനാബി പിന്നെ എൻ്റെ അപ്പുറത്ത് അടിച്ചടി നിങ്ങൾ പറ്റില്ല. ഞാൻ പറഞ്ഞ ഡെറോത്ത് ഹയർ റാങ്ക്സിൽ ഞാൻ സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ അല്ലാതെ ഹയർ റാങ്ക് ഡെറോത്ത് ഫീസാവും. അവരുടെ റോമർ അല്ല, അവരുടെ റോമർ ഹീലറാണ്. നമ്മുടെ നമ്മളങ്ങനെ വിവാഹം ചെയ്തിട്ടുണ്ട്. കുറേ കളിപ്പിക്കുന്നുണ്ടായിരുന്നു വിവാഹം എവിടെയും പോയിട്ട് കൊടുത്തിട്ടുണ്ട്, കിടത്തിട്ടുണ്ട്. ഇവനെന്താ ഇങ്ങനെയല്ലേ ഈ പേരെന്താ ഇരുപത്തൊന്ന് ഇങ്ങനെ വണ്ടി കയറി ഇപ്പൊ തീർത്തേന്ന് മീജ് ലാസ്റ്റ് ഓൾട്ട് യൂസ് ചെയ്യുന്ന കുഴപ്പമില്ല. ഓൾട്ട് കൂൾ ഡൗൺ അവൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അവരുടെ മേജും പിന്നെ ജോൺസണും തമ്മിൽ നല്ല കോംബോ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സിനോട് കളിക്കാനുള്ള കോംബോ ഒക്കെ ഉണ്ട്. ഞാൻ പണ്ട് കളിക്കുന്ന ഒരാളാണ്. എന്താ റൈസാറൊക്കെ അറിയാമെങ്കിൽ അവനൊക്കെ പറഞ്ഞു ഇങ്ങനെ മൊബൈൽ ഗെയിമിൽ നിങ്ങൾ കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരും ഡൗൺലോഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഗെയിമാണ്. ഓക്കെ, അടിപൊളി ഗെയിം. ഗെയിം ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ കുറച്ച് വിഷമിക്കും. ഫ്യൂച്ചറിൽ ഈ ലോകം ഏറ്റവും കൂടുതൽ എന്താണ് ടൂർണമെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഈ സ്പോർട്സ് അങ്ങനത്തെ ടൂർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയ ഗെയിം തന്നെയാണ് മൊബൈൽ ലെജൻഡ്സ്. 9 lakh പ്ലസ് ടൂർണമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അയ്യോ ടീമിന്റെ പ്രാവശ്യം ഓൾറെഡി അല്ല റിട്രീറ്റ് മേജ് അങ്ങോട്ട് പോലെ റിട്രീറ്റ്
കുറച്ച് ഇവിടെ ഇങ്ങനെ നിക്ക നമ്മുടെ മിനിയൻസ് ഇപ്പുറത്തെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഹണ്ണാമ്പി അവിടെ ഉണ്ട്. വീട്ടിൽ കൊടുത്ത വണ്ടി കൊണ്ട് എന്തായാലും മുകളിലേക്ക് പോകും. കൊടുത്താലോ, വണ്ടിക്ക് കൊടുത്താലോ. നമുക്ക് കൂടി തോന്നിക്കാൻ പറ്റും. ഇതാ ഓവർ ബേസിലേക്ക് പോ ഇമോട്ട് കാണിക്കൂലേ? ഇവിടെ ഇമോട്ടല്ല ഉള്ളത്, ഇവിടെ റീകോളാണ് ചോദിക്കുന്നത്. റീകോൾ ഇങ്ങനെ എടുത്ത് ഇമോട്ട് പോലെയാണ്. സോങ് ഇട്ട് കൊടുക്കണം. ഈ സോങ് ഭയങ്കര ഓവറാണ്. വെടിവെച്ചത് ഓൾറെഡി വണ്ടി കൊണ്ട് ഏൽപ്പിച്ചതാണ് എന്നെ ഒപ്പിച്ച്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കാണിക്കുക. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. മൊബൈൽ ജിൻസിൽ ഒരു വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത്ര നന്നായിട്ടൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റത്തെ വീഡിയോ ആയിരുന്നു. സെക്കൻഡ് വീഡിയോ ആണ് യൂട്യൂബ് ചാനലിൽ. ഓക്കെ, പണ്ട് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ബാനൊക്കെ പോയിട്ടുണ്ട്. ചെറിയ എന്താ കാര്യം എന്നറിയില്ല. നോട്ടിൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ജോൺസൺ ഫസ്റ്റ് ജോൺസൺ ട്രൈ ഇവിടെ അങ്ങനെ ഹാർട്ട് ബീറ്റ് ഉണ്ട്, ടുക്കും പറഞ്ഞിട്ട്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രശ്നം ഉണ്ടാവില്ല. ഓട്ട റോമർ കണ്ട പേടിക്കുന്ന. അയ്യോ പാവണ്ടേ. വണ്ടി റെഡിയാണ് കുട്ടികളുള്ളതിന്. കുട്ടികളല്ലേ ഇത് കുട്ടല്ലേ. ആദ്യത്തെ നമ്മൾ അടിച്ചില്ലേ, പിന്നെ റിയാക്ട് ചെയ്ത് വന്നിട്ടില്ല. പിന്നെ നമ്മൾ അടിക്കാൻ നോക്കുന്നത് റിസ്ക് എടുത്തിട്ട് വന്നാലോ. അത് ഇവർക്ക് മാറ്റി തീർക്കും. ഓൾസ് റെഡിയാണ്, പെട്ടെന്ന് വരാൻ പറ്റും വേണമെങ്കിൽ. എന്നെ കുട്ടികളുടെ കളി ജയിക്കുമോ, വിജയിക്കുമോ? ഫ്രീ ഫയറിൽ വിജയാന്ന് പറയും, ഇവിടെ എന്ന് പറയും. കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാത്രം തിരിക്കാൻ പ്രാക്ടീസ് അവരുടെ പേജിൽ നമ്മൾ കേട്ടിട്ടുണ്ട്.
കൈ മുട്ടു പ്ലെയറിനെ കിട്ടി നമുക്ക് തന്നെ കളിക്കുന്നുണ്ട് ഇതിലല്ലേ ഹലോ വീഡിയോ എടുത്ത് വരാണോ പണി കാണിച്ചറിയോ നമ്മളെ പേടി ഡ്രാഗൺ വണ്ടി റെഡിയാ വേണ്ട വെച്ചു ഓൾട്ട് റെഡിയാ നമ്മൾ ജസ്റ്റ് അവിടെ HP നോക്ക് യൂസോങ് എടുത്ത് അടിക്കുക വളരെ ജസ്റ്റ് രക്ഷപ്പെട്ടു HP നോക്ക് അമ്മോ യൂസോങ് മാമ താങ്ക് യു ഫോർ വെറുതെ വിടൽ ഓൾറെഡി റൈഡ് ചെയ്തിട്ട് ചാൻസിന് വെയിറ്റ് ചെയ്തിട്ട് നൈസ് നമ്മൾ ഈ ഫീൽഡ് എടുത്തുകൊണ്ട് നമ്മൾ മൈക്ക് പിന്നെയൊന്ന് റിക്കവർ ആവാൻ കുറച്ച് HP ഉണ്ടാവുള്ളൂ. ഇന്ന് പെർമനന്റ് ഒന്നുമല്ല, ഞാൻ ടോപ്പ് ചെയ്യും. നമുക്ക് പ്രോപ്പർ ഓക്കെ അല്ലാതെ ടോപ്പ് നൈസിന് നമ്മൾ കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ക്യാരക്ടറിൻ്റെ ബിൽഡോ ഹീറോൻ്റെ ബിൽഡോ അതോ എന്തെങ്കിലും എംബ്ലംസിനെ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ഷോർട്ട്സോ അത് വീഡിയോ എന്തായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, മൊബൈൽ ഗെയിംസിനെ കുറിച്ചിട്ട്. സോ മലയാളീസ് പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ. എല്ലാവരും ഇതിൻ്റെ പ്രോഗ്രാമായിട്ടില്ല. ജസ്റ്റ് എനിക്ക് എൻ്റെ പ്രൊഫൈലും കൂടി നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഗെയിംസിലെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കണ്ട് വിടുകയാണെങ്കിൽ ഫോളോ എന്നിട്ട് അടിക്കുകയാണെങ്കിൽ ഇതിനുണ്ടല്ലോ മൊബൈൽ ഏജൻസിൽ തന്നെ നമ്മൾ ഫ്രണ്ട് ലിസ്റ്റ് എന്നൊക്കെ പറയില്ല, പേരിൽ മൊബൈൽ ഏജൻസിയിൽ ഫോളോ എന്നൊക്കെ പറയാം. എന്തായിരിക്കും നമ്മുടെ ഇതാണ് ഗൈസ് എൻ്റെ UID. ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് അടിച്ചാൽ ടൈപ്പിൽ ഇങ്ങനെ ഫ്രണ്ട് ലിസ്റ്റിൽ കാണിച്ചു തരാം. എന്താ ഇവിടെ അല്ലേ, സോറി ഇവിടെ ഒന്ന് പോയിട്ട് അടിച്ചിട്ട് നിങ്ങളുടെ സെർച്ച് ID എന്ന് വെച്ചാൽ ID കാണും. ലൈക്ക് ചെയ്യുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അതന്നെ ബൈ.